നമുക്കേ ഒരു 5-6 മിനിറ്റ് കൊണ്ട് എളുപ്പത്തിലൊരു സാമ്പാർ ഉണ്ടാക്കിയാലോ. അതിനായിട്ട് കുറച്ച് പരിപ്പ് വെള്ളത്തിലിട്ട് വയ്ക്കുക. ഇനി അതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് ഞാൻ നുറുക്കിയിടുകയാണ്. 2-3 പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഒരു വാസനയ്ക്ക് കേട്ടോ. എന്നിട്ടൊരു 2 സ്റ്റീം വരുത്തുക അതിൽ. അത് കഴിഞ്ഞിട്ട് ഒരു സവാള, അത്യാവശ്യം വലിപ്പമുള്ളൊരു സവാളയാണ്, അത് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കി വയ്ക്കുക. ഇനി അതിലേക്ക് ഒരു തക്കാളി, നല്ല വലിപ്പമുള്ള തക്കാളി ഒരെണ്ണം കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കി വയ്ക്കുക. കുറച്ച് കരിവേപ്പിൻ്റെ ഇലയൊക്കെ ഇടാം. അതിനിടയ്ക്ക് ഒരു വലിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വയ്ക്കുക. നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം. അപ്പോഴേക്കും ഇഡ്ഡലി ആയി വരുമ്പോഴേക്കും നമുക്ക് സാമ്പാർ റെഡിയാക്കണം, അതാണ് ഉദ്ദേശം. അപ്പോൾ ഇഡ്ഡലി അടുപ്പത്ത് വെച്ചു. ഇനി പരിപ്പൊക്കെ വേവിച്ചു. ഇനി അത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. പരിപ്പും ഈ ഉരുളക്കിഴങ്ങും പച്ചമുളകൊക്കെ പാടെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഞാൻ ലേശം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ, ഉപ്പും. ഇനി ഒരു കടായിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവോളയും തക്കാളിയും കൂടിയിട്ട് വഴറ്റുകയാണ്. വേറെ കഷ്ണങ്ങളൊന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുകയാണ്. പരിപ്പ് വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതിലേക്കെല്ലാം ഉപ്പ് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. ഇനി അതിലേക്ക് ഞാൻ 1 സ്പൂണ് സാമ്പാർ പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സാധാരണ ചെയ്യണ മാതിരി കുറച്ച് മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി 1 സ്പൂണ്, ഉപ്പ്, കായംപൊടി, ഇതെല്ലാം ചേർക്കുകയാണ്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറണ വരെ വഴറ്റി കൊടുക്കുക. ഇനി നമ്മളത് വേറെ വെള്ളം ഒഴിച്ച് വേവിക്കണമൊന്നുമില്ല, നേരെ പുളി ഒഴിക്കുകയാണ്. പുളി പിഴിഞ്ഞൊഴിച്ചു. ഇനി പുളിയിൽ കിടന്നിട്ട് ഒന്നാവട്ടെ. സാധാരണയായിട്ട് ഞാൻ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ നാളികേരം അരച്ചൊഴിച്ചിട്ടാണ് ഉണ്ടാക്കൽ പതിവ്. ഇപ്പോൾ അതില്ല. അതിന് പകരം ഞാൻ നേരത്തെ നമ്മൾ ഉടച്ചു വെച്ച ആ പരിപ്പും ഉരുളക്കിഴങ്ങും കൂടി അതിൻ്റെ കൂടെ ചേർത്തിരിക്കുകയാണ്. നന്നായി തിളയ്ക്കുമ്പോൾ അതിലേക്ക് കടുകും മുളകും ഉലുവയും കരിവേപ്പിൻ്റെ ഇലയും കൂടിയിട്ട് വറുത്ത് കൂട്ടി കഴിഞ്ഞു. ഇത്ര എളുപ്പത്തിലൊരു സാമ്പാറിനെ ഉണ്ടാക്കാൻ പറ്റൂ. അപ്പോൾ നമുക്ക് ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ പെട്ടെന്ന് രാവിലെ ഉണ്ടാക്കാം. ഓഫീസിൽ പോണതിന് മുമ്പും കുട്ടികൾ സ്കൂളിൽ പോണതിന് മുമ്പൊക്കെ വേഗം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാറാണ്. ഇനി ഇഡ്ഡലിയുടെ മുകളിൽ കൂടെ നമ്മൾ ഒഴിച്ച് ഇഡ്ഡലി അതിൽ മുങ്ങി കിടക്കട്ടെ, എന്നിട്ടൊന്ന് കഴിച്ചു നോക്കും. നല്ല സൂപ്പർ ടേസ്റ്റാണ്. കഴിഞ്ഞു. എത്ര വേഗം കഴിഞ്ഞ് നോക്കൂ. ഒരു തവണ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയൂ കേട്ടോ.